സ്ക്വയർ ടെസ്റ്റ്. സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കാൻ, ഹോമോജനിറ്റിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോപ്പുലേഷൻ വേരിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റും ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സും. ഈ വീഡിയോയിൽ നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊസീജിയർ വരുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്ത് കൊടുക്കണം. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് വരുമ്പോൾ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അതിനുശേഷം ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. n-r-1 എന്നാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ്, r എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ്. അതിനുശേഷം സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത് O-E² എന്നുള്ളതാണ്. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ആൽഫ അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. സ്ക്വയർ ടേബിളിൽ വെച്ചിട്ട് ആൽഫ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ 0.05 ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. A sample analysis of an examination result of 200 students were made. 46 students failed, 68 secured third class, 62 secured second class, and the rest secured first class. Does this figure resonate with the general examination result of 2:3:3:2 for the respective category? ഇതാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യന്. നമ്മൾ സോൾവ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും എഴുതി വെക്കാം. There exists goodness of fit between observed and expected frequency എന്നുള്ളത് നൾ ഹൈപ്പോത്തിസിസും, there does not exist goodness of fit between observed and expected frequency എന്നുള്ളത് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ആൽഫ അഥവാ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തരാത്തത് കൊണ്ട് തന്നെ നമ്മളത് 0.05 ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കിവിടെ n-r-1 ആണ് ഇക്വേഷൻ വരുന്നത്. ആറുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്കൊന്നും ഡിനോട്ട് ചെയ്തില്ലാത്ത കാരണം r 0 ആയിട്ട് കണക്കൂട്ടാം. നമ്പർ ഓഫ് വാല്യൂസ് അഥവാ നമ്പർ ഓഫ് കാറ്റഗറീസ് വരുന്നത് 4 ആണ്. ഫെയിലിയർ, തേർഡ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് കാറ്റഗറീസ് 4 ആണ്. നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിട്ട് കിട്ടും. ടേബിൾ വാല്യൂ കറസ്പോണ്ടിങ് ടു ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 നമുക്ക് കിട്ടുന്നത് 7.815 ആണ്. അതിനുശേഷം നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് 2:3:3:2 എന്നുള്ള ഫോർമാറ്റിലാണ് സ്റ്റുഡൻസിന്റെ കാറ്റഗറൈസേഷൻ ജനറലി വരുന്നത് അഥവാ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ് തന്നിരുന്നത്. ഇതിന് ടോട്ടൽ പോർഷൻസ് എന്ന് പറയുന്നത് 10 ആണ്. 2+3+3+2 എന്ന് പറയുന്നത് ടോട്ടൽ പോർഷൻസ് 10 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫെയിലർ എന്ന് പറയുന്നത് 2/10 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 240. അതുപോലെ തന്നെ തേർഡ് ക്ലാസ് എന്ന് പറയുന്നത് 3/10 ഇൻറ്റു ടോട്ടൽ സ്റ്റുഡൻസ് 60. സെക്കൻഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ 3/10 ഇൻറ്റു 200. ഫസ്റ്റ് ക്ലാസ്സിന് 2/10 ഇൻറ്റു 200. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ വരയ്ക്കണം. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 46, 68, 62, 24 എന്നുള്ള ഇതും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം O-E കണ്ടുപിടിക്കുക. O-E എന്ന് പറയുമ്പോൾ ഒബ്സർവ്ഡ് വാല്യൂസിൽ നിന്നും എക്സ്പെക്റ്റഡ് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം ഈ വാല്യൂസ് നമ്മൾ സ്ക്വയർ ചെയ്യാം. ഈ സ്ക്വയർ ചെയ്ത വാല്യൂസ് നമ്മൾ E വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ O-E² എന്ന് പറയുന്ന വാല്യൂസ് കിട്ടും. അതിന്റെ സമ്മേഷനാണ് നമുക്ക് സ്ക്വയർ വാല്യൂ കിട്ടുന്നത്. സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ 8.437 ടേബിൾ വാല്യൂ 7.815 ആയിരുന്നു. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാളും വലുതായതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്തു. നമുക്ക് എഴുതാൻ പറ്റുന്ന കൺക്ലൂഷൻ, there does not exist goodness of fit between observed and